ഇന്നത്തെ ടോപ്പിക് തേയ്മാനത്തിനെ പറ്റിയാ. നമ്മളുടെ നട്ടലിന്റെ തേയ്മാനങ്ങളെ പറ്റിയാ. പ്രായം കൂടുന്നവരും മുടി നരയ്ക്കുന്ന പോലെ പ്രായം കൂടുന്നവരും തേയ്മാനം വരും. തേയ്മാനം ഒരു അസുഖമല്ല. ഇത് യൂഷ്വലി ഇത് ഒന്നെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ട് വരും, അല്ലെങ്കിൽ കാലിൽ തെരിപ്പായിട്ട് വരും. ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ പെയിൻ കൂടും, അല്ലെങ്കിൽ കുറച്ച് നടക്കുമ്പോൾ കാലിൽ ബലക്കുറവ് അല്ലെങ്കിൽ തെരിപ്പായിട്ട് കാണാറുണ്ട്. വാട്ട് ഈസ് ഇറ്റ്? ഇത് എന്താ സംഭവം? നമ്മളുടെ എല്ലിന്റെ ഇടയിൽ തേയ്മാനം എന്ന് വെച്ചാൽ നട്ടൽ, ബോൺ, എല്ലിന്റെ ജോയിന്റ്സ്, പിന്നെ ഡിസ്കും ലിഗമെന്റ്സും തേയ്മാനങ്ങൾ വരാൻ തുടങ്ങും. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു അസുഖമല്ല. മുടി നരയ്ക്കുന്ന പോലെ തേയ്മാനങ്ങൾ വരും. സോ തേയ്മാനം വരാൻ എന്താ പറ്റുക? ആ എല്ലിന്റെ ഇടയിൽ ആ അലൈൻമെന്റ് തെറ്റാൻ തുടങ്ങും. നേരെ നിൽക്കുന്നൊരു സ്പൈൻ കുറച്ച് വളയാൻ തുടങ്ങും. വളയുമ്പോൾ ഞരമ്പിന്റെ ഇടയിൽ നീര് കെട്ടുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. എല്ലുകൾ തമ്മിൽ ഒരയുമ്പോൾ ബാക്ക് പെയിൻ വരും. നമ്മൾ ഈ വണ്ടിയുടെ എൻജിൻ പോലെയാണ്. നമ്മൾ ഓയിൽ കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ തേയ്മാനം വരുന്ന പോലെ സെയിം തിങ്. പ്രായം വരുമ്പോൾ ആ ഫ്ലൂയിഡ് കുറയുമ്പോഴാണ് ഈ പ്രോബ്ലം ഇഷ്യൂ വരുന്നത്. നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ നോക്കാം. ഓഫ് കോഴ്സ് ഏറ്റവും കോമൺ കാരണം ഏജിങ്. ആർക്കായാലും ഇത് വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, എസ്പെഷ്യലി സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ബാക്ക് പെയിൻ വരാൻ നല്ലൊരു ഫാക്ടറാണ്. അല്ലെങ്കിൽ കുറേ നേരം ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ചില ആൾക്കാർ പാരമ്പര്യമായിട്ട് ഇത് കാണാറുണ്ട്. പിന്നെ ഒബീസിറ്റി, ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് നട്ടലിൻ്റെ മുകളിൽ ലോഡിങ് കൂടുമ്പോൾ തേയ്മാനം വരും. പിന്നെ പഴയ ഇഞ്ചുറീസ്, ഫോർ എക്സാമ്പിൾ മുകളിൽ നിന്ന് വീഴ, ഫ്രാക്ചർ വരാം, ഇരുന്നിട്ട് വീഴ, അങ്ങനത്തെ ആൾക്കാർക്ക് നട്ടിൽ തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ജോലികൾ, ഫോർ എക്സാമ്പിൾ ഹെവി ഭാരങ്ങൾ പൊന്തിക്കുന്ന ആൾക്കാർക്ക്, കുറേ നേരം ഇരിക്കുന്ന ആൾക്കാർക്ക് തേയ്മാനങ്ങൾ നേരത്തെ വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കോമൺ സിംറ്റംസ് ബാക്ക് പെയിൻ, അതായത് ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ പെയിൻ വരും, അല്ലെങ്കിൽ കുറേ നേരം ഇരിക്കുമ്പോൾ പെയിൻ വരും. നമ്പർ 2, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വഴക്കങ്ങൾ കിട്ടാത്തൊരു ഫീലിംഗ് വരും. നമുക്കൊരു സ്റ്റിഫ്നെസ് ഉണ്ടാവും ബാക്കിൽ. പിന്നെ അത് കുറച്ച് നടക്കുമ്പോൾ അത് മാറും. മൂന്നാമത്തെ കാര്യം, കാലിലെ തെരിപ്പ് അല്ലെങ്കിൽ ബലക്കുറവ് ചില ആൾക്കാർക്ക് കാണാറുണ്ട്. പിന്നെ നടക്കുമ്പോൾ ചിലപ്പോൾ തെരിപ്പ് കൂടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ എല്ലിൻ്റെ ഇടയിൽ നട്ടലിൻ്റെ മുകളിൽ ലോഡിങ് വരും. തേയ്മാനം വന്ന കാരണം, ആ അലൈൻമെൻറ്റ് തെറ്റിയ കാരണം എല്ലുകൾ തമ്മിൽ ഇങ്ങനെ ആടാൻ തുടങ്ങും. ആടുമ്പോഴാണ് ഈ ഞരമ്പിൻ്റെ മുകളിൽ പ്രസ്സിങ് വരാം. സോ അപ്പോൾ പ്രസ്സിങ് വരുമ്പോൾ ഒന്നെങ്കിൽ അത് കാലിൻ്റെ ബലക്കുറവോ അല്ലെങ്കിൽ തെരിപ്പായിട്ട് മാറും. പിന്നെ ഷോക്ക് അടിക്കുന്ന പോലെ വേദന ചില ആൾക്കാർക്ക് വരാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഇരിക്കുന്ന ഭാഗത്തും നമ്മളെ തൈസ് അല്ലെങ്കിൽ തൊടയുടെ ബാക്ക് സൈഡിലും ഇങ്ങനെ കാണാറുണ്ട്. ഡയഗ്നോസിസ്, ആസ് ഓൾവേസ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ നേരെ എക്സ്റേ അല്ലെങ്കിൽ MRI എടുത്തിട്ടല്ല ഇതിൻ്റെ ഡയഗ്നോസിസ് വരാം. നമ്മൾ പരിശോധിച്ചിട്ടാണ്. ആദ്യം ഞാൻ പരിശോധിച്ചിട്ട് നമ്മുടെ സൈഡിൽ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സ്റേസും സ്കാനൊക്കെ ചെയ്യാം. എക്സ്റേസ് എന്തിനാ എടുക്കണമെന്ന് അറിയാലോ, നമ്മളുടെ എല്ലിൻ്റെ സിറ്റുവേഷൻ അറിയാനും അതിൻ്റെ അലൈൻമെൻറ്റ് അറിയാനും. MRI എപ്പോഴും എടുക്കുക? ഡിസ്ക്, അതായത് ഞരമ്പുകളുടെ കാര്യങ്ങൾ അറിയാനും എല്ലിൻ്റെ ഇടയിൽ ആ ഡിസ്കിൻ്റെ കാര്യങ്ങൾ അറിയാനും. പിന്നെ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് തെരിപ്പൊക്കെ കൂടുകയാണെങ്കിൽ നമുക്ക് ഞരമ്പിൻ്റെ മുകളിൽ ടെസ്റ്റിലൊക്കെ ചെയ്യാൻ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റുകളുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഭൂരിഭാഗം ആൾക്കാർക്ക് കൺസർവേറ്റീവ്, അതായത് ഫിസിയോതെറാപ്പിയും ജീവിത രീതി ശൈലികൾ മാറ്റിയാൽ പെയിൻ മാറാറുണ്ട്. ഫിസിയോതെറാപ്പിയും എക്സസൈസിൻ്റെ ഉദ്ദേശം നമ്മുടെ കോർ മസിൽസ്, നമ്മുടെ വയറും ബാക്കും മസിൽ സ്ട്രോങ് ആക്കിയാൽ ഭൂരിഭാഗം ആൾക്കാർക്ക് നല്ല ആശ്വാസം കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ വെയിറ്റ് റിഡക്ഷൻ ചെയ്താൽ, സോ മസിലിൻ്റെ ശക്തി കൂട്ടുക, വെയിറ്റ് കുറയ്ക്കുക, നട്ടലിൻ്റെ ഇടയിൽ ലോഡിങ് കുറയും, പെയിൻ കുറയും. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും കുറവില്ലെങ്കിൽ നമുക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ, ആ ഞരമ്പിൻ്റെ ആ പ്രശ്നമുള്ള ഞരമ്പിൻ്റെ അവിടെ ധരിപ്പിച്ചിട്ട് പ്രത്യേക ടൈപ്പ് ഇഞ്ചക്ഷൻസ് ഒക്കെ ചെയ്യാം. സർജറി ഒക്കെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. തേയ്മാനം വന്നാൽ ഞാൻ പറഞ്ഞ പോലെ എല്ലിൻ്റെ ഇടയിൽ ആ അലൈൻമെൻറ്റ് തെറ്റും. സോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് ഉറപ്പിക്കേണ്ടി വരും. അധികം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കമ്പി വെച്ച് ഉറപ്പിച്ചിട്ടാണ് ആ സ്റ്റെബിലിറ്റി കിട്ടുക. ബട്ട് അതൊക്കെ അവസാനത്തെ സ്റ്റെപ്പുകളാണ്. പിന്നെ നമുക്ക് എങ്ങനെ ഇത് വരാതിരിക്കാൻ നോക്കാം? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെഗുലർ എക്സസൈസ്, നമ്മളുടെ റെഗുലർ വാക്കിംഗ് അല്ലെങ്കിൽ മൈൽഡ് ജോഗിങ്. പിന്നെ ഇരിക്കുന്ന രീതി, ജോലി ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക, എസ്പെഷ്യലി മൊബൈൽ നോക്കുന്ന രീതി. ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ സ്മോക്കിംഗ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചോയ്സസ്, സ്മോക്കിംഗ് കുറയ്ക്കുക, അധികം ആൽക്കഹോൾ അധികം കുടിക്കാതിരിക്കുക. പിന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകാം. പിന്നെ ഡെഫിനറ്റ്ലി റെഗുലർ ചെക്കപ്പ് ചെയ്യുക, നമ്മൾ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻ കൺക്ലൂഷൻ, ഇതൊരു കോമൺ കണ്ടീഷനാണ് ബാക്ക് ഏക്ക്. പല കാരണങ്ങൾ കൊണ്ട് വരാം. എൻ്റെ റോൾ ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് ഇത് വീണ്ടും വരാതിരിക്കാനാണ് നമ്മുടെ എയിം. സോ നമ്മൾ കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ രീതി കറക്റ്റ് ആക്കിയാൽ ഇത് പ്രോബ്ലം ഉണ്ടാവില്ല. ആസ് ഓൾവേസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു തംസ് അപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.